1444 റമദാനിലാണ് നാം ഉള്ളത്. ഹിജ്റ 2-ാം വർഷമാണ്. ഷഅബാൻ മാസത്തിൽ റമദാൻ വ്രതം നിർബന്ധമാണ് എന്നുള്ള കൽപ്പന നമുക്ക് വന്നത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമായിരുന്നതുപോലെ നിങ്ങൾക്കും അത് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, തഖ്വ പാലിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് റമദാൻ മാസം നമുക്ക് നിർബന്ധമാക്കിയത്. അതിലൂടെ നോമ്പും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ എന്ന് മാത്രമല്ല, സകല വേദഗ്രന്ഥങ്ങളും ഇറക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് റമദാൻ. അതിൽ തന്നെ ലഅല്ലകും തത്തഖൂൻ എന്ന് പറയുമ്പോൾ തഖ്വ പാലിക്കുവാനാണ് എന്ന് ഊന്നി പറയുമ്പോൾ ആ തഖ്വ എവിടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ തഖ്വ വേണ്ടത് വേഷഭൂഷാദികളിലോ ഭാവങ്ങളിലോ അല്ല, മറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഹാഹുന, ഇങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. തഖ്വ ഇവിടെയാണ്, ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തേണ്ട കാലഘട്ടം എന്ന നിലക്ക് ഇതിനെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതോടനുബന്ധിച്ച് റമദാൻ മാസവുമായി പറയാനുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഹ്ല റമദാൻ പോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ റമദാൻ മാസത്തിൻ്റെ ഫളായിലുകൾ ഒരുപാട് കേട്ട ആളുകളുമാണ് നാം ഓരോരുത്തരും. എനിക്കിന്ന് പറയാനുള്ളത്, ആ ഹൃദയവുമായി ബന്ധപ്പെട്ട് റമദാൻ മാസത്തെ പോലും ചിലപ്പോൾ നമ്മിൽ നിന്നും ഫസാദാക്കി കളയുന്ന ഒരു വലിയ അപകടത്തെ സംബന്ധിച്ചാണ്, വലിയ ഒരു രോഗത്തെ സംബന്ധിച്ചാണ്. നാം അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ റമദാൻ മാസം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാമല്ലോ, ഒരു റമദാൻ കിട്ടുക എന്ന് വെച്ചാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുള്ള അസുലഭമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ്. വല്ലാത്തൊരു മഹാഭാഗ്യമാണ്. ആ ഒരു മഹാഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനായി സൗഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു വലിയ അപകടം, അതിൽ നിന്നും നാം അള്ളാഹുവോട് രക്ഷ ചോദിച്ചില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തെ അത് മലിനമാക്കി കളയും, നമ്മെ അശ്രദ്ധമാക്കി കളയും. എന്താണ് ആ അപകടം? ഹൃദയത്തെ ബാധിക്കുന്ന വല്ലാത്ത പ്രയാസത്തിൻ്റെ പേരാണ് തൂലുൽ അമൽ എന്ന് പറയുന്നത്. തൂലുൽ അമൽ, അമലല്ല അമൽ. ഹംസ മീമ് ലാമ്. അതായത് എനിക്കിനിയും ആയുസ്സുണ്ട്, എനിക്കിനിയും ദീർഘനാൾ ജീവിക്കാൻ സാധിക്കും, എത്രയേറെ ഞാൻ ജീവിതം ഇനി ആസ്വദിക്കാനുണ്ട് എന്ന ഒരു ചിന്ത സാധാരണഗതിയിൽ മനുഷ്യർക്കൊക്കെ ഉള്ളതാണ്. ഞാനിപ്പോഴൊന്നും മരിക്കൂല, എനിക്കിനി സമയമായിട്ടില്ല, അതിപ്പോൾ ഇനി കുറേ നാളോട് ജീവിച്ച് അള്ളാഹുവിനോട് തൗബയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ മരിക്കുള്ളൂ എന്നൊരു ചിന്ത. ആ ചിന്ത ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങളിൽ നിന്നും അവനെ അകറ്റിക്കളയും എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, എത്രയേറെ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്, എല്ലാം നാം എടുക്കുന്നുണ്ട്. എത്രയേറെ ദുഷ്കർമ്മങ്ങളാണ് തിന്മ കിട്ടും, കുറ്റം കിട്ടും എന്ന പേരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? പരലോകത്തെ നശിപ്പിക്കുന്ന വലിയ ഒരു അപകടമായിട്ടുള്ള ഈ പറഞ്ഞ തൂലുൽ അമൽ എന്ന രോഗം നമ്മെ പിടികൂടിയത് കൊണ്ടാണ്.
അതായത് ഇബാദത്തുകളിലൊക്കെ അശ്രദ്ധ കാണിച്ചുകൊണ്ട്, നന്മ ചെയ്യുന്നതിലൊക്കെ മുടങ്ങിയിരുന്നു കൊണ്ട്, നിർബന്ധ കർമ്മങ്ങളിലൊക്കെ വീഴ്ച വരുത്തിക്കൊണ്ടൊരു മനുഷ്യൻ ഒതുങ്ങിയിരിക്കുന്നുവെങ്കിൽ അതിനിയും എനിക്കതിനൊക്കെ സമയമുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തെ മതിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് എനിക്കിനി അവസരമുണ്ട്, നാളെ പിറ്റേന്ന് ഞാൻ തൗബ ചെയ്തോളാം, എനിക്കിപ്പോഴൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് നമ്മുടെ മനസ്സിനെ നാം തന്നെ പഠിപ്പിക്കുന്ന ഒന്നാണ്. മുൻഗാമികളായിട്ടുള്ള ആളുകളെ, യഹൂദരായിട്ടുള്ള ആളുകളെ അടക്കം നശിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇതാണ്. വലിതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അസാബി അൻ യുഅമ്മർ. അല്ലാഹു പറയുകയാണ് യഹൂദികളെ സംബന്ധിച്ച്, അവർ വിചാരിക്കുന്നത് അവർക്ക് 1000 കൊല്ലത്തോളം ഇനിയും ജീവിക്കാൻ സാധിക്കുമെന്നാണ്. 1000 കൊല്ലത്തോളം ഇനി അവർക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ അവർക്ക് ആയുസ് നീട്ടി കൊടുക്കപ്പെട്ടത് കൊണ്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല എന്ന് അല്ലാഹു പറയുകയാണ്. എന്നാൽ ആ ആളുകൾ മുശ്രിക്കുകളെപ്പോലെ തന്നെ അവർക്ക് അവരുടെ ആയുസ് നീട്ടി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നാണ്. ധാരാളം കാലം ജീവിക്കുക എന്നതിലാണോ കാര്യം? അല്ല, മറിച്ച് ജീവിക്കുന്നിടത്തോളം കാലം പ്രയോജനപ്രദമാക്കുക എന്നതിലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നാം ഒക്കെയും ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് ജീവിച്ചില്ല എങ്കിൽ ഈ റമദാൻ മാസത്തിലും കർമ്മങ്ങൾ ചെയ്യാതെ മുടങ്ങിയിരുന്നു പോകും എന്ന കാര്യം നാം ഓർക്കണം. ഈ റമദാൻ മാസത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ മുടങ്ങിയിരിക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു ദിവസമെങ്കിലും ഒരു ജുസ് പാരായണം ചെയ്യണം. ഇന്നിപ്പോൾ അത് പൂർത്തിയാക്കി എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? നമ്മൾ വിചാരിക്കണം എന്താണ്, മഗ്‌രിബാവട്ടെ, മഗ്‌രിബായി കഴിഞ്ഞാൽ ഇശാവട്ടെ, ഇനി എന്താണ് തറാവീഹ് കഴിയട്ടെ, അത് പിറ്റേന്നാവട്ടെ, ഞാൻ 2 നാളെ ഊതി എടുത്തോളം, അങ്ങനെയല്ലേ? അതായത് നാളെ എനിക്ക് ആയുസ്സുണ്ടെന്നാണ് വിചാരം, ഇശാ വരെ എനിക്ക് ആയുസ്സുണ്ടെന്നാണ് വിചാരം. അതല്ല, എൻ്റെ ആത്മാവ് ഏത് സമയത്തും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് എന്ന ചിന്ത മനസ്സിനെ മതിക്കുന്നുവെങ്കിൽ കൃത്യമായിക്കൊണ്ടൊരു കർമ്മം വിചാരിച്ചാൽ ആ സമയത്ത് ചെയ്യും, ഉടനെ ചെയ്യും. അതല്ലാതെ തൂലുൽ അമൽ എന്ന വലിയ രോഗം ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ നാം പെടുകയില്ല എന്നാണ് സൂചിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സ്വഹാബത്തിനെ താക്കീത് ചെയ്ത ഒരു വിഷയമാണത്. അത് നിങ്ങളങ്ങനെ ആകരുത് എന്ന് താക്കീത് ചെയ്ത ഒരു വിഷയമാണത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും, ദിവസം കഴിയും തോറും ഞാൻ മരണത്തോടടുത്തു, പരലോക ചിന്ത വർദ്ധിക്കേണ്ട അവസ്ഥയായി എന്നൊരു ചിന്ത നമ്മെ മതിച്ചില്ല എങ്കിൽ നമുക്ക് പ്രയാസങ്ങളായിരിക്കും ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, ലാ യസാലു ഖൽബുൽ കബീർ ശാബൻ ഫിസ്നതൈൻ. ഒരു മനുഷ്യൻ വയസ്സാകുമല്ലോ, പ്രായമാകും. ആ പ്രായമാകുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന 2 ചിന്തകൾ എന്തറിയോ? ഫി ഹുബ്ബി ദുനിയ വ തൂലിൽ അമൽ. ദുനിയാവിനോടുള്ള ഭ്രമം അവന് വർദ്ധിക്കും, ഇഷ്ടം കൂടും. ഇവിടെ ജീവിക്കാൻ, ഇവിടെ അള്ളിപ്പിടിക്കാൻ ഉള്ള ഇഷ്ടം അവന് വർദ്ധിക്കും. വ തൂലിൽ അമൽ, ഇനി സമയമുണ്ടല്ലോ എന്നതായിരിക്കും അവൻ്റെ ചിന്തയിൽ അവന് വരിക. നോക്കൂ നിങ്ങൾ, 2 കാര്യങ്ങൾ. ഒരുവൻ്റെ പ്രായം അത് വർദ്ധിക്കുന്തോറും അവന് വർദ്ധിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ആ വിഷയം ശ്രദ്ധിക്കണം. കാരണം എനിക്കിനിമേറെ ജീവിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത വന്നാൽ അവൻ നന്മകൾ മുടക്കിക്കളയും എന്നാണ്. നന്മകൾ ചെയ്യുന്നത് ഇപ്പം ചെയ്യാനായിട്ട് പറ്റൂല, അത് പിന്നെ ചെയ്യാലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം? അത് ഞാൻ നാളെ ചെയ്തോളാലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ആ വിധത്തിൽ നന്മകളിൽ നിന്ന് മുടങ്ങി നിന്നുകൊണ്ട് പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നീട്ടി അവസാനം അത് ചെയ്യാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് അവൻ എത്തുമെന്നാണ്. നോക്കും, പിശാചിൻ്റെ വഞ്ചനകളിൽ ഏറ്റവും കടുത്ത വഞ്ചനയാണ് എന്നാണ്. യഅദുകും വയുമന്നീഹിം വമാ യഅദുഹും ശൈത്വാനു ഇല്ലാ ഉറൂറ. യഅദുകും, നിങ്ങൾക്ക് അവൻ വാഗ്ദാനം ചെയ്യാണ്. വയുമന്നീഹിം, നിങ്ങളെ അവൻ വ്യാമോഹിപ്പിക്കുകയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ തിന്മല്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ലടോ, ചെയ്തു, ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവൻ വ്യാമോഹിപ്പിക്കും. വമാ യഅദുഹും ശൈത്വാനു ഇല്ലാ ഉറൂറ. ഒരിക്കലും പിശാചിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് വഞ്ചനയല്ലാതെയല്ല, അവൻ നിങ്ങളെ വഞ്ചിച്ച് കളയുക തന്നെ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തൗബ ഇനിയും ചെയ്യാലോ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഉള്ള ആസ്വാദനങ്ങളൊക്കെ അനുഭവിക്കാം, ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ, ഇതിപ്പല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആസ്വദിച്ച് കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിനെ വഞ്ചിച്ച് കളയുന്ന പിശാച്, ആ പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് വലിയ വഞ്ചനയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏത് സമയത്തും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനം അത് പിശാചിൻ്റെ കടുത്ത വഞ്ചനയാണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ആ ഒരു വഞ്ചനയിൽ പെടാതിരിക്കുവാനുള്ള സൂക്ഷ്മത നമ്മുടെ ഭാഗത്തു നിന്നും നിരന്തരമായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം
അദ്ദേഹത്തോട് പിശാച് വഞ്ചന കാണിച്ചത് എങ്ങനെയാണ്? ഈ തൂലുൽ അമൽ കൊണ്ടാണ്, ഈ പറഞ്ഞ ചിന്ത ഇട്ട് കൊടുത്തുകൊണ്ടാണ്. ഷൈത്വാൻ അദ്ദേഹത്തിന് വസ്വാസ് ഉണ്ടാക്കി. ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ്, ഹേ ആദം, എപ്പോഴും നിനക്ക് എന്നെന്നും ജീവിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വൃക്ഷത്തെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. വമുൽക്കിൻ ലാ യബ്ല, ക്ഷയിച്ചു പോകാത്ത ആധിപത്യം. മനുഷ്യരെപ്പോഴും ആസ്വദിക്കുന്ന, എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത ആധിപത്യം. അതേപോലെ എന്നൊന്നും ജീവിക്കാൻ സാധിക്കുന്ന ഒരു രൂപത്തിലുള്ള ജീവിതം, അതൊക്കെയും മനുഷ്യർക്ക് അവരുടെ വീക്ക്നെസ് ആയിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് പിശാച് തോൽപ്പിച്ചത്, പിശാച് ആ ഒരു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, കുഫാറുകളായിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം, ചില ആളുകൾ അവർ പുറംതിരിഞ്ഞു പോയി, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവർക്ക് സന്മാർഗം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ പുറംതിരിഞ്ഞു പോയത്. അശ്ശൈത്വാനു സവ്വല ലഹും വ അംലാ ലഹും, ശൈത്വാൻ അവർക്ക് അലങ്കൃതമായി തോന്നിച്ചു. സവ്വല ലഹും, അവർക്ക് അലങ്കൃതമായി തോന്നിച്ചു. അവർ പോണ പോക്കുണ്ടല്ലോ അത് നല്ലതാണോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് അവർക്ക് തോന്നിപ്പിച്ചു. വ അംലാ ലഹും, അവർക്ക് വ്യാമോഹം നീട്ടിയിട്ട് കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിൽ അങ്ങനെ പറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ പിഴച്ച കക്ഷികളൊക്കെയും പിഴച്ചത് ഈ പറഞ്ഞ ഒരു സ്വഭാവ ദോഷ്യം അവരിലുള്ളത് കൊണ്ടാണ്, അവർക്ക് തൂരുൽ അമൽ ബാധിച്ചു എന്നാണ്. ഇതൊക്കെയും നമുക്കുള്ള പാഠങ്ങളാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തിൽ നിന്നുമൊക്കെ അള്ളാഹുവോട് നിരന്തരമായി കൊണ്ട് നാം രക്ഷ തേടണം. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു സമയത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവസരങ്ങൾ ഇനിയും നീണ്ടു കിടക്കുന്നുണ്ട്, എനിക്കിനിയും സമയമുണ്ടല്ലോ ചെയ്യാൻ എന്ന ചിന്ത നമ്മെ മതിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. നോക്കും, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറയുകയാണ്, ഇയ്യാക്കും വതസ്വീഫ്, കുറച്ചുകൂടി കഴിയട്ടെ, നാളെ ആകട്ടെ എന്നുള്ള ചിന്ത, ഫഇന്നഹും മിൻ ജുനൂദി ശൈത്വാൻ, അത് പിശാചിൻ്റെ ദുർമന്ത്രങ്ങളിൽപ്പെട്ട, അവൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ ചിന്ത. മനസ്സിലാക്കണം, കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ ചെയ്തോളാം, ഞാനല്ലേ ഏറ്റത്, ഞാൻ ഏറ്റെടുത്തല്ലോ എന്ന് പറഞ്ഞ് ആ പ്രവർത്തനത്തിൽ നിന്നും കുറച്ച് മാറി നിന്നാൽ, പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ, അവിടെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ആ ഒരു ചിന്ത പോലും പിശാചിൻ്റെ സൈന്യങ്ങളാണ് എന്നാണ്, പിശാചിൻ്റെ സൈന്യങ്ങളാണ് എന്ന്. അതുകൊണ്ട് അതൊക്കെയും ശ്രദ്ധിക്കണം. ഇതേപോലെ സലഫുകളായിട്ടുള്ള ആളുകൾ പറയുന്നു, മൻ ഖാഫൽ വഈദ് കസുറ അലൈഹിം വഈദ്, ശിക്ഷകളെ യഥാവിധം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പരലോകം തൊട്ടു മുമ്പിലാണ് എന്നവൻ ഭയപ്പെടുമായിരുന്നു. ശിക്ഷകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ, എനിക്ക് ബാധിച്ചേക്കാവുന്ന ശിക്ഷകൾ ഇന്നതൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പരലോകം എത്രയും അടുത്താണ്, അകലെയൊന്നുമല്ല എന്നവന് ബോധ്യപ്പെടുമായിരുന്നു. വമൻ സ്വാല അമലു ദുഅഫ അമലു, ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനി കുറേ നാളുണ്ട് എന്ന ഒരു ചിന്ത അവനെ ബാധിച്ചത് കാരണം പ്രവർത്തനങ്ങൾ തീർത്തും ദുർബലമായി പോയി അവൻ്റെ. അങ്ങനെ തന്നെയല്ലേ, ഒരുപാടൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചൊന്നും ചെയ്യൂല, ആ പ്രവർത്തനങ്ങളൊക്കെയും ദുർബലമായി തീർന്നു. വകുല്ലു മാ ഹുവ ആതിൻ ഖരീബ്, അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെയും വന്നെത്തുവാനുള്ളതാണ്. ഫമാ നദിമ അലൈഹി അഹ്ലുൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ എന്തിനെ കുറിച്ചാണോ വ്യസനിച്ചു കൊണ്ടിരിക്കുന്നത്, അഹ്ലു ദുനിയ അലൈഹി യഖ്തതിലൂൻ, ആ ഖബറിന് മുകളിൽ, മണ്ണിന് മുകളിലുള്ള ആളുകൾ അതിനുവേണ്ടി മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ എത്രയോ സമയം എൻ്റെ നഷ്ടപ്പെട്ടു പോയി, അല്ലാഹുവേ കുറേ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. എത്രയോ കാര്യങ്ങൾക്ക് ദുനിയാവിൻ്റെ പുറകെ ഓടി എൻ്റെ പരലോകം നഷ്ടപ്പെടുത്തിയ ഒരാളായി തീർന്നല്ലോ ഞാൻ എന്ന ഖേദപ്രകടനം ഖബറിലുള്ള ആളുകൾ നടത്തുമ്പോൾ, ഖബറിന് മുകളിൽ, മണ്ണിപ്പരപ്പിന് മുകളിലുള്ള ആളുകൾ ആ കാര്യത്തിന് വേണ്ടി എന്തിനെക്കുറിച്ചാണ് അവർ വ്യസനിക്കുന്നത്, അതേ കാര്യത്തിന് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി ഖബറിന് മുകളിൽ പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. വഫീഹി യതനാഫസുൻ, അവർ മത്സരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. വഅലൈഹി ഹിൻദഹുൽ ഖലാഇ യഅ്തസിമൂൻ, ഭൂമിയിൽ കുറച്ച് ഭാഗം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കിടമത്സരം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയാകട്ടെ, നാളെയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അതിൽ നിന്നും അശ്രദ്ധ കാണിക്കുന്നതൊക്കെയും ഈ ദുനിയാവിനോട് അള്ളിപ്പിടിച്ചൊരു ജീവിതം അവരുണ്ടായത് കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുകയാണ്. നോക്കൂ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എങ്ങനെ ഈ ദുനിയാവിൽ ജീവിക്കണം, എങ്ങനെ ജീവിക്കേണ്ടത്. ഇതിൽ ചേർന്നുകൊണ്ട് അള്ളിപ്പിടിച്ചുകൊണ്ടാണോ? അല്ല,
കുൻ ഫിദ് ദുനിയ കഅന്നക അരീബ്, നിങ്ങൾ ഒരു നാട്ടിൽ അപരിചിതനെ പോലെ ജീവിക്കണമെന്നാണ്. ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ ആകണം. അങ്ങനെയാണ് ആ ദുനിയാവായിട്ടുള്ള ബന്ധം വേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം ആവണത് വരെ, ഇപ്പോൾ കിടക്കുന്നത് വരെ നമ്മളൊന്ന് ആ സമയം നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ പരലോകത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ദുനിയാവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, എത്ര നേരമാണ് ഈ സംഗതിയിൽ നമ്മൾ ഇരിക്കുന്നത്? കാണുമ്പോൾ ഒരു റീലായിരിക്കും, പക്ഷെ എത്രയോ മണിക്കൂറുകളോടെ ഇരിക്കും. എത്രയോ സമയങ്ങളാണ് നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നത്. എത്ര സമയമാണ് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്? ഇത് തന്നെ തൂരുൽ അമൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കാനല്ല, മറിച്ച് മരണം മറന്നുകൊണ്ടുള്ള ജീവിതം പറ്റില്ല. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുവാനുള്ള തടസ്സമായി പറയുന്ന ആളുകൾ നമ്മൾ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു കടയുണ്ടായി, കടയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റൂല, ആ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാനായിട്ട് പറ്റൂല. അങ്ങനെ അള്ളാഹു തന്ന ഏതേത് അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെയും റബ്ബ് നമുക്ക് തന്ന നിഅമത്തുകളാണ്. ആ നിഅമത്തുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച് പണിയെടുക്കുന്നതിനുള്ള തടസ്സമായി കൊണ്ട് പറയുന്നത് അതിൻ്റെ തൂരുൽ അമലിന് പറയല്. അപ്പോൾ ആ രൂപത്തിലേക്ക് നാം നന്നായി ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിച്ചത്. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹം പറയണേ, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ്, വൈകുന്നേരമായാൽ നീ ഒരിക്കലും പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പം നമ്മൾ റമദാൻ മാസത്തിലാണല്ലോ, ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. പിറ്റേന്നാവാം, ഉണ്ടാവോ അറിയില്ലല്ലോ. നമുക്കെങ്ങനെ നമ്മൾ ആയുസ്സിനെ കുറിച്ച് അറിയാം? അപ്പോൾ വൈകുന്നേരമായാൽ ഒരിക്കലും നിങ്ങൾ പുലരിയെ പ്രതീക്ഷിക്കരുത്. രാവിലെ ആയാൽ നിങ്ങൾ ഒരിക്കലും വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹൃദയം ദുനിയാവുമായി കെട്ടിയിടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ നബിയുടെ മുതുകിൽ പായിൻ്റെ പാട് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ വരച്ചിട്ടതുപോലെ പായിൻ്റെ പാട്. അദ്ദേഹം കിടന്നെഴുന്നേറ്റാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലബി തഖദ്നാ ലക വിത്വാ, താങ്കൾക്കൊരു പുതപ്പ് റെഡിയാക്കി തരട്ടെ, അല്ലെങ്കിൽ തലയണമെന്ന് റെഡിയാക്കി തരട്ടെ. ഇപ്പം ഇതൊന്നും ഉണ്ടാവില്ല, ഒന്ന് ഒത്തിരി സുഖത്തിലിരിക്കാം, സുഖത്തിൽ കിടക്കാലോ, ഒരു പുതപ്പ് കൊണ്ടൊന്ന് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഫഖാൽ മാലി വദ്ദുനിയ, എനിക്കും ഈ ദുനിയാവിനും തമ്മിൽ എന്ത് ബന്ധം, എനിക്കെന്ത് കാര്യം? മാ അനാ ഫിദ് ദുനിയ ഇല്ലാ കറാകിബ്, ഞാൻ ഈ ദുനിയാവ് ഇപ്പം ജീവിക്കണത് ഒരു യാത്രക്കാരനെ പോലെയാണ്. ഒരു മരം കണ്ടു, ആ മരത്തിന്റെ താഴെ തണലുണ്ടല്ലോ, ആ തണലിൽ കുറച്ച് വിശ്രമിച്ച് വീണ്ടും അവിടെ വിശ്രമിച്ചതിന് ശേഷം യാത്ര തുടരുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് ഇവർക്ക് ദുനിയാവിനെ കണ്ടിരുന്നത്, നമ്മളെങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ആ വിധത്തിൽ മാത്രം ദുനിയാവുമായിട്ടുള്ള ബന്ധം നാം ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പുറത്തേക്കുള്ളത് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഇഷ്ടം, അതിനോടുള്ളൊരു ഹുബ്ബുണ്ടല്ലോ, ഹുബ്ബു ദുനിയ, അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മരണത്തെ സംബന്ധിച്ച് കറാഹത്തായിരിക്കും ഉണ്ടാവുക, വെറുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഏത് സമയത്ത് മരണം വന്നാൽ വെറുപ്പാണ്, അങ്ങനെയുള്ള വർത്താനം പറയരുത്, നീ ഇപ്പം നിനങ്ങനെ പറയണത് എന്ന് ചോദിക്കാം. നമ്മളൊന്ന് ആലോചിക്കും, ഇപ്പം നമുക്ക് നാളെ രാവിലെ 10 മണി വരെ ആയുസുള്ളൂ എന്നൊരു ഡോക്ടർ നിർണ്ണയിക്കുകയാണെങ്കിൽ, നാളെ രാവിലെ 10 മണി വരെ ആയുസുള്ളൂ എന്നൊരു ഡോക്ടർ നിർണ്ണയിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? പിന്നെ നമ്മൾ ബിസിനസ് നോക്കുക, കട ഷട്ടിടാൻ വേണ്ടി പോവുകയാണോ? അല്ല, മറിച്ച് എന്തെല്ലാം അതിനിടക്ക് നമുക്ക് ഇബാദത്തായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആളുകളോടൊക്കെ കണ്ടിട്ട് ഒന്ന് മാപ്പാക്കണം കേട്ടോ, ഒന്ന് പൊരുത്തപ്പെട്ട് തരട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഒന്ന് മനസ്സിൽ വെക്കരുത്, പരലോകത്തേക്കൊന്നും ബാക്കി വെക്കരുത് അല്ലേ. എല്ലാ ആളുകളോടും പോയി മുസാഫത്ത് ചെയ്ത് അവരോടൊക്കെ പൊരുത്തം തേടി, ഇതേപോലെ തന്നെ പരമാവധി സമയങ്ങളിൽ സുജൂദിൽ കിടന്ന്, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തൊക്കെ. എന്നാൽ നാളെ രാവിലെ 10 മണി വരെ നമുക്കറിയാറുണ്ടെന്ന് ഏത് സമയത്ത് മരിച്ചുകൂടെ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ ഒരിക്കലും തൂലുൽ അമൽ എന്ന് പറയുന്ന ഈ മഹാരോഗം നമുക്കൊന്നും ബാധിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാമ നബവി റഹിമഹുല്ല പറയുകയാണ്, ലതർക്കൻ ഇല ദുനിയ, നിങ്ങൾ ഈ ദുനിയാവിലേക്ക് ചാഞ്ഞു പോകരുത്, നിങ്ങൾ ഈ ദുനിയാവിലേക്ക് ചാഞ്ഞു പോകരുത്. വല തത്തഖ്ദിഹ വചന, ഒരിക്കലും ഈ ദുനിയാവിനെ നിങ്ങൾ നിങ്ങളുടെ രാജ്യമായി കൊണ്ട് സ്വീകരിക്കരുത്. കാരണം മരണം തൊട്ടടുത്തുണ്ട്. ഇപ്പോൾ മരിച്ചാൽ, ഹൃദയമൊന്ന് താളം നിറച്ചാൽ നിങ്ങൾ നേരെ പരലോകത്തൊക്കെ പോകണം.
നിങ്ങൾ ബർസഖിലേക്കാണ്, പരലോകത്തെ ആ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്മകൾ ചെയ്ത് മുന്നേറുന്നതിൽ നാം വൈകരുത്, തൗബകൾ വൈകരുത്. ഇസ്തിഗ്ഫാർ അല്ല തൗബ. തൗബ വേറെ, ഇസ്തിഗ്ഫാർ വേറെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറായി. തൗബ വൈകരുത് സഹോദരങ്ങൾ. നമ്മളെ കൂട്ടത്തിൽ ഈ വൻപാപങ്ങളൊക്കെ ചെയ്തു പോയിട്ടുള്ള ആളുകളുണ്ടാവും, കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു. ആ രൂപത്തിൽ വൻപാപങ്ങൾ ചെയ്തു പോയ ആളുകൾ പോലും ഇതേവരെയായിട്ട് തൗബ ചെയ്യാത്ത ആളുകളുണ്ട്. തൗബ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഒറ്റയ്ക്ക് അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ, അള്ളാഹുവേ ഇതേ ഞാൻ വന്നിരിക്കുന്നുണ്ട്, ഞാൻ ഇന്ന കുറ്റങ്ങളൊക്കെ ചെയ്ത ആളാണ്, എനിക്കിത് പുറത്ത് തരൂലേ, എനിക്ക് പുറത്ത് മാപ്പാക്കി തരേണ്ടത്, ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അള്ളാഹുവോട് നമ്മൾ പറഞ്ഞ കുറ്റങ്ങൾ ഏറ്റേറ്റ് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കലാണ് തൗബ. ആ രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും വൈകരുത് എന്നുള്ളതാണ്. റമദാൻ തൗബയുടെ മാസം കൂടിയാണ്, അതുകൂടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും നരകത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. ഒരു റമദാൻ അങ്ങോട്ട് പോയി, ഇപ്പം തുടങ്ങിയത് അറിഞ്ഞല്ലോ, ഇപ്പം ഇന്ന് തുടങ്ങി, ഇനി അറിയാൻ ഇപ്പം പെരുന്നാൾ രാവിൻ്റെ എന്തായിരിക്കും, ഇത്ര പെട്ടെന്നാണല്ലേ പോയത് അല്ലേ, എന്തായാലും ഇടയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് കണക്കൂട്ടി നോക്കണം. നമ്മളിപ്പോൾ ഇതേ വേദിയിൽ തന്നെ ഇപ്പോൾ വിട പറയുന്ന റമദാൻ ഒരു സംസാരം ഉണ്ടാവും. ആ സംസാരത്തിനിടയ്ക്ക് പിന്നീട് അതിനെക്കുറിച്ച് 2 ദിവസത്തേക്ക് ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പരമാവധി സമയം ഈ റമദാൻ മാസത്തിലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം നമുക്കറിയാലോ, ഏത് തരത്തിലുള്ള സന്തോഷങ്ങളാണ് ചുറ്റുവട്ടത്തുള്ള ആളുകൾ അനുഭവിക്കുന്നത് എങ്കിലും ഒരാൾ മരിച്ചാൽ അവിടെ ചിത്രം മാറും, എല്ലാവരും മ്ലാനാകും. കാരണം ഒരു മരണം കൊണ്ട് തന്നെ ഒരു ചിത്രം മാറ്റാൻ പറ്റും. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എന്താണ് നിങ്ങൾ നാളേക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഓരോ ആത്മാവും നോക്കട്ടെ എന്നാണ്. നമ്മളിപ്പോൾ ഇതേവരെ ചെയ്തു വെച്ച കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഖൈർ, അൽഹംദുലില്ലാഹ്. ഇനി അതല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 500 വർഷത്തോളം ഒരു ദ്വീപിൽ ജീവിക്കാൻ വേണ്ടി അവസരം കിട്ടിയ ആളുണ്ട്. 500 വർഷം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം ഉപ്പുള്ളൂ. അതിനിടയ്ക്ക് ഒരു വിരൽ വണ്ണത്തിന് അയാൾക്ക് അള്ളാഹു നല്ല വെള്ളം ഇറക്കി കൊടുത്തു. ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ നിന്നും സമയാസമയങ്ങളിലായിക്കൊണ്ട് അയാൾക്ക് വിശക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു ഒരു കായ വീഴ്ച കൊടുക്കും. അപ്പോൾ അയാൾക്ക് ഭക്ഷണം അതിൽ നിന്ന് കഴിക്കാം, വെള്ളം അതിൽ നിന്ന് കുടിക്കാം, കുളിക്കാം, നനക്കൊക്കെ ചെയ്യാം. ബാക്കിയുള്ള മുഴുവൻ സമയവും അയാൾ ഇബാദത്തിന്, അങ്ങനെ അയാൾ മരിച്ചു, ഒരു തിന്മയും ചെയ്തിട്ടില്ല. അങ്ങനെ അയാളെ പരലോകത്ത് കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇയാളെ മുൻനിർത്തിക്കൊണ്ട് പറയാണ്, എൻ്റെ കാരുണ്യത്താൽ ഇവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളാം പറയും. അപ്പോൾ ഇയാൾ പറയും, അല്ലാഹുവേ നിൻ്റെ കാരുണ്യത്താണെന്നോ, ഞാൻ ചെയ്തു വെച്ച അമലിനാൽ എന്ന് പറയൂ. വീണ്ടും അല്ലാഹു പറയാണ്, എൻ്റെ കാരുണ്യത്താൽ ഇവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ. വീണ്ടും അയാൾ പറയാണ്, നിൻ്റെ കാരുണ്യത്താണെന്ന് പറയല്ലേ, എൻ്റെ അമലിനാൽ ഞാൻ 500 വർഷം ഒരു തിന്മയും ചെയ്തിട്ടില്ലാലോ എന്ത് പറയൂ. വീണ്ടും അല്ലാഹു പറയും, വീണ്ടും ഇയാളെന്ന് പറയും. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അന്നവൻ്റെ കണക്കൊന്ന് നോക്കിയേക്കാൻ പറയും. അപ്പോൾ മലക്കുകൾ ഇയാളുടെ ഇബാദത്തുകൾ മുഴുവൻ കൊണ്ടുവരും. ആ ആരാധനകൾ മുഴുവൻ കൊണ്ടുവരും. ത്രാസിലേക്ക് അങ്ങോട്ട് ഒരു തട്ടിലേക്ക് വെക്കുമ്പോൾ ആ തട്ടങ്ങളും കരന്തൂങ്ങും. അപ്പുറത്തെ തട്ടിൽ ആ ഒഴുക്കി കൊടുത്ത നല്ല വെള്ളം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്ക് ആ തട്ട് കരന്തൂങ്ങും. അയാൾ എവിടെയായി ഒന്നാലോചിച്ചു. പിന്നീട് കരഞ്ഞ് നിലവിളിച്ച് അയാൾ സ്വർഗത്തിലേക്കാവും. അള്ളാഹു പുറത്താന്നൊക്കെ പറഞ്ഞങ്ങനെ അയാളെ പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹു പുറത്ത് കൊടുത്ത് അയാളെ സ്വർഗത്തിലേക്കാക്കും. സഹോദരങ്ങൾ, എത്രയോ തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ തിന്മകളെ അതിജയിച്ചു കൊണ്ടുള്ള നന്മകൾ നാം ചെയ്യാറുണ്ടോ? ഇതൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കാറാണോ പതിവ്? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലെ നഷ്ടം സംഭവിച്ച ആരുണ്ടാവാം? എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. ഒരു നന്മ വിചാരിച്ചാൽ അത് ചെയ്യണമെന്നില്ല. ഒരു നന്മ വിചാരിച്ചാൽ ആ നന്മ പൂർത്തീകരിച്ചതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. അത് ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം. ഒരു തിന്മ വിചാരിച്ചു എങ്കിൽ ആ തിന്മയുടെ കുറ്റമില്ല, അത് ചെയ്തില്ല എങ്കിൽ നന്മയുടെ ഒരു പ്രതിഫലം രേഖപ്പെടുത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ നന്മ ചെയ്തുവെങ്കിൽ, ആ തിന്മ ചെയ്തുവെങ്കിൽ ആ തിന്മയുടെ ഒരൊറ്റ കുറ്റം മാത്രമാണ് രേഖപ്പെടുത്തുക. അതിനുശേഷവും തിന്മയുടെ ആധിക്യം കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദൗർഭാഗ്യവാനായിരിക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇഹലോകത്തേക്കായിക്കൊണ്ട് ചായരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹു മയ്യിത്തുൻ. അവർ മരണപ്പെടുന്നവരാണ്, പ്രവാചകർ താങ്കളും മരണപ്പെടും കേട്ടോ. നമ്മൾ മരണപ്പെടാനുള്ള ആൾക്കാരാണ്.
ഇപ്പോൾ കഴിഞ്ഞ റംസാൻ ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക് കൂട്ടത്തിലില്ലല്ലോ. എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയി. പിന്നെ അടുത്ത റംസാൻ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തായിരിക്കും പറയുക, കഴിഞ്ഞ റംസാൻ ഇപ്പോൾ അസീക്കൊക്കെ കൂടി ഉണ്ടായിരുന്നു, എന്താ ഉഷാറായിരുന്നു, മാഷാ അല്ലാഹ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയും അല്ലേ. മരണപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ എത്ര ആളുകളെ കുറിച്ച് പറയും? നിങ്ങൾ നനച്ചോ. നമുക്ക് എന്താ ഉറപ്പുള്ളത്? ആരുടെ മയ്യത്ത് നമസ്കാരമാണ് നിർവഹിക്കുക നമുക്കറിയാൻ പറ്റും? ആരാണ് തലയിലുള്ള കെട്ടിപ്പിടിച്ച് താഴത്തേക്ക് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് പറയാനായിട്ട് സാധിക്കുമോ? ആരാ ഉണ്ടാവുക? ആ രൂപത്തിലൊക്കെയും നമ്മിൽ നിന്നും ഒരാൾ മരണപ്പെട്ടു പോയാൽ തന്നെ എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഒരിക്കലും മരണം മറന്നുള്ള ജീവിതം നമുക്ക് പാടില്ലാത്തതാണ്. തൂനുൽ അമൽ നമുക്ക് പാടില്ലാത്തതാണ്. പിന്നത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളത്, ഒരു കർമ്മം വിചാരിച്ചാൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുക. ഇന്ന സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുക, അത് പിശാച്ചിൻ്റെ സൈന്യങ്ങളിൽ പെട്ടതാണ്. അതേപോലെ തന്നെ പിശാച്ച് നടത്തുന്ന വലിയ വഞ്ചനയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഈ സെഡ് കാറ്റഗറിയിൽ നമ്മൾ പിന്നെ സുരക്ഷയൊരുക്കുന്ന ആളുകളുണ്ടല്ലോ സൗകര്യങ്ങൾ. എന്തിനാ ഒരുക്കുന്നത്? അയാൾ മരിക്കാതിരിക്കാനാണ്. സെഡ് കാറ്റഗറിയിൽ ഒരാൾക്ക് സുരക്ഷ ഒരുക്കുന്നത് അയാൾ മരിക്കാതിരിക്കാനല്ലേ. എന്നിട്ട് എത്ര ആളുകൾ മരിച്ചു പോകുന്നത്? ആ കാറ്റഗറി ഒരുക്കുന്ന ആളുകൾ മരിച്ചു പോണില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും എവിടെയാണെങ്കിലും അതിന് മതക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൽ മുശയ്യദ, ഭദ്രമായി ഉയർത്തപ്പെട്ടിട്ടുള്ള കോട്ടകൾക്കുള്ളിലാണ് എങ്കിൽ പോലും ഇതെൻ്റെ അവസാനത്തെ നോമ്പാണോ, ഇനി അവസാനത്തെ റംസാനാണോ, ഇത് പൂർത്തീകരിക്കുമോ നമുക്കറിയില്ലല്ലോ. നമ്മളും മരണപ്പെടും എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ മുഴുവൻ ഗുണമായിക്കൊണ്ട് പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി 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 പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ പ്രവാചകന്മാരഖിലവും മൊത്തത്തിൽ എല്ലാ ആളുകളുണ്ടല്ലോ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ മുഴുവൻ നന്മയുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്. ഉത്തമ കാര്യങ്ങൾ ധൃതി കാണിക്കുന്ന ആളുകളായിരുന്നു. അതിപ്പോൾ നാളെ ആവട്ടെ പിന്നെ ആവട്ടെ, ഒരു മണിക്കൂർ കണ്ടാൽ ചെയ്യാലോ എന്നൊന്നല്ല അവർ പറഞ്ഞിരുന്നത്. ഒരു നന്മ വിചാരിച്ചാൽ ഉടനെ ചെയ്യും. എന്നോട് ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചിരുന്ന ആളുകളുമായിരുന്നു. ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷേ പ്രാർത്ഥിക്കൂല. അല്ലാഹു സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന ഇല്ലെങ്കിൽ തീർന്നു സൗരങ്ങള്. ഇത് പ്രാർത്ഥനയുടെ മാസം കൂടിയാണ്. അതുകൊണ്ട് നാം ആ കാര്യത്തിലൂടെ നന്നായി ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെയും റമദാൻ മാസം നമുക്കൊരു അനുഗ്രഹമായിക്കൊണ്ട് പറയപ്പെടുമ്പോൾ ഈ റമദാൻ മാസം എന്തുകൊണ്ട് ഇത്രത്തോളം അനുഗ്രഹീതമായി എന്നും നമ്മൾ മനസ്സിലാക്കണമല്ലോ. എല്ലാ കർമ്മങ്ങളും ഉണ്ട്, സ്വറക്കങ്ങളുണ്ട്, അതുപോലെ സക്കാത്തുണ്ട്, ഖുർആൻ പാരായണങ്ങളുണ്ട്, നമസ്കാരങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ നാം അതൊക്കെയും കൃത്യമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇ. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും ഇഹ്സാനിനെ രേഖപ്പെടുത്തിയത്, ഇഹ്സാനിനെ രേഖപ്പെടുത്തി. ഏറ്റവും നന്നായി ചെയ്യണം കേട്ടോ എന്ന് അള്ളാഹു അതിനെ വിധിച്ചു. ഇപ്പോൾ സ്വഹാബാക്കൾ അവർ ഖബർ കുത്തുന്ന ഒരു സ്ഥലത്തൂടെ റസൂലുള്ളാഹി നടന്നു പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഖബറിലേക്ക് നോക്കിയപ്പോൾ ഖബറിനൊരു ചെരിവുണ്ട്. അവർ കുത്തുന്ന ഖബറിനൊരു ചെരിവ്. അപ്പോൾ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, ഇതെന്തപ്പോൾ ഇങ്ങനെ ചെരിവുള്ളത്, ഇത് നേരാക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, റസൂലുള്ളാഹി ഇതൊരു ജൂതൻ്റെ ഖബറാണ്, അപ്പം അത്രയൊക്കെ മതി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ച് ചോദിച്ചു, ഖബർ ജൂതൻ്റേതാണ്, വെട്ടണം നിങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അത് നേരെ ചൊവ്വ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും അതൊക്കെയും കൃത്യമായിക്കൊണ്ട് ഇഹ്സാനോട് കൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഒരു കാണിച്ചു കൂട്ടിൽ വേണ്ട. ആർക്കാ വേണ്ടത്? ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാണ് എന്നാണ്. ത്വയ്യിബാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബൽ ഇല്ലാ ത്വയ്യിബ. അള്ളാഹുവിന് ത്വയ്യിബല്ലാത്ത ഒന്നും വേണ്ട. ഒരു പ്രവർത്തനം ത്വയ്യിബല്ലാത്ത അള്ളാഹു സ്വീകരിക്കൂല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന കർമ്മങ്ങളൊക്കെയും അത് വിശിഷ്ടമായതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തന്നെയാണോ? ശ്രദ്ധയില്ലാത്ത നിസ്കാരമാണോ? ശ്രദ്ധയില്ലാത്ത പ്രവർത്തനങ്ങളാണോ? നമ്മളിപ്പോൾ പള്ളിയിലേക്ക് കയറി വന്നത് അല്ലാഹു മഫ്തഹി അബ്വാബ റഹ്മതിക പറഞ്ഞു അല്ലേ? അത് എത്ര പേരുടെ ഹൃദയത്തിൽ നിന്നാണ് വന്നത്? എത്ര പേരുടെ നാവുകൊണ്ട് ചൊല്ലിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അശ്രദ്ധമായിട്ടൊരു കർമ്മം ആ രൂപത്തിലാണോ ഉണ്ടായിരുന്നത്, അല്ല ഹൃദയത്തിൽ നിന്നാണോ എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ത്വയ്യിബായിട്ട കർമ്മങ്ങളാണ് അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഈ ഒരു റംസാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ റവാത്തിബ് 12 ഉണ്ട്, അതേപോലെ തന്നെ തറാവീഹ് 11 ഉണ്ട്, ഇതേപോലെ തന്നെ നമ്മളെ ഫർദ് നിസ്കാരം 17. ഇപ്പോൾ ഇതൊക്കെയും എല്ലാവരും കൃത്യമായിട്ട് നിർവഹിക്കലാണ്. ഇപ്പോൾ തന്നെ 40 റക്അത്തായി.
ഇനി അത് കൂടാതെ 4 റക്അത്ത് ളുഹസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇസ്രാക്ക് കഴിഞ്ഞിട്ട് ഉടനെ ളുഹസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് കൂടാതെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ചെയ്യുന്ന പിന്നെ അതല്ലാത്ത തഹിയ്യത്ത് നമസ്കാരങ്ങളുണ്ടാവും. എന്തായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 50 റക്അത്തുകൾ പിന്നെ ഒരു പ്രശ്നമില്ലാതെ കിട്ടും. ഒരു പ്രശ്നമില്ലാതെ 50 റക്അത്ത് ഈസി ആയിട്ട് കിട്ടും. ആ 50 റക്അത്തുകൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെയല്ല നിർവഹിക്കുന്നത് എങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും അത് സ്വീകരിക്കപ്പെടുകയില്ല, തൊയ്യബാക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും തൂരിലമന് പറ്റില്ല, പിന്നീട് ആയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കണം നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ഒരു അള്ളാഹ് മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിക്കണം നമ്മൾ കണ്ടോ അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. ഇപ്പം നമ്മൾ നിസ്കാരം പഠിച്ചത് എങ്ങനെ അറിയാലോ? നമ്മൾ മദ്രസയിൽ പണ്ടങ്ങാനം പഠിച്ച നിസ്കാരമാണ്, പണ്ടങ്ങാനം പഠിച്ച പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ട എത്ര പ്രാർത്ഥനയുണ്ട് നമുക്കറിയാം, എത്ര വെറൈറ്റികളുണ്ട്, എത്ര ഉണ്ട് നമുക്കറിയാം. ഇതേപോലെ തന്നെ ഓരോ കർമ്മങ്ങൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്നാണ് പഠിച്ചത്. ഈ അടുത്തങ്ങനെ പഠിച്ചതാ അല്ലെ പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചതാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ പഠനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി എന്നാണ് സൂചിപ്പിച്ചത്. ഒരു കർമ്മം നന്നായിട്ട് ചെയ്യണമെങ്കിൽ ആ കർമ്മത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണ്ടേ? ഏതൊരു കാര്യം അങ്ങനെയുണ്ട്. നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പഠിക്കൽ. ആ രൂപത്തിൽ നാം പഠിക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വനഹാനി അന്നഖറത്തിൻ കനഖറത്തിദ്ദീഖ്. കോഴി കൊത്തണത് പോലെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. കോഴി കൊത്തണത് പോലെ നിസ്കരിക്കുന്ന ആൾക്കാർ. അതേപോലെ തന്നെ സുജൂദിൽ പോകുമ്പോൾ കൈ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ താഴ്ത്തിങ്ങനെ വെച്ചിട്ട് നായകൾ കൈവെക്കുന്നത് പോലെ വെക്കുന്ന ആളുകളുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി എന്നാൽ അങ്ങോട്ട് കിടക്ക് ഇങ്ങനെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ താഴ്ത്തായിരിക്കും കണ്ണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് വേണ്ടത് സുജൂദിന്റെ സ്ഥാനത്താണ്. അവിടെ നമ്മുടെ കണ്ണ് ഒട്ടിച്ചു വെക്കണം. പക്ഷേ ചില ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് കൂടി പോയിക്കൊണ്ടിരിക്കും. എല്ലാ ആളുകളുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കും. ആ ആളുകളെ സംബന്ധിച്ചാണ് റസൂലുള്ള പറയാണ്, ഇത് കണ്ടില്ലേ അയാൾ നിസ്കരിക്കണത്? റസൂലുള്ള പറയാണ്, ഇത് കണ്ടില്ലേ? മുഹമ്മദിൻ. ഇതുപോലെ നിസ്കരിച്ചിട്ടാണ് ഒരാൾ മരണപ്പെടണമെങ്കിൽ എങ്കിൽ മുഹമ്മദിന്റെ മില്ലത്തിൽ അല്ലാതെയായിരിക്കും അവൻ മരണപ്പെടുക എന്നുള്ളതാണ്. സഹോദരങ്ങളുടെ നിസ്കാരങ്ങൾ എങ്ങനെയാണ്? കൃത്യമായി കൊണ്ടാണോ? ആ സൂക്ഷ്മത നമുക്കുണ്ടാകാറുണ്ടോ? അതൊക്കെയും ഈ റംസാൻ മാസത്തിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ 60 വർഷക്കാലത്തോളം നിസ്കരിച്ചു. റസൂലുള്ളാഹി പറയാണ്, 60 വർഷക്കാലത്തോളം ഒരാൾ നമസ്കരിച്ചു, ഒരു വഖ്ത് നമസ്കാരം പോലും അയാളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അയാളുടെ സുജൂദ് ശരിയാകുമ്പോൾ റുക്കൂ ശരിയായിട്ടുണ്ടാവില്ല, റുക്കൂ ശരിയാകുമ്പോൾ സുജൂദ് ശരിയായിട്ടുണ്ടാവില്ല. ആ രൂപത്തിലാണ് നിസ്കാരം പൂർത്തീകരിച്ചത്. ഒരു വഖ്ത് നമസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നമ്മൾ ആ ഗണത്തിൽ വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ കൃത്യമായി നമസ്കാരത്തിൻ്റെ കാര്യത്തിലടക്കം നാം നന്നായി ശ്രദ്ധിക്കണം. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, മൻസാബ അലസ്നത അശറത റകഅതൻ ബുനിയല്ലാഹു അസ്സ വജല്ല ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ 12 റകഅത്ത് ഒരാൾ റവാത്തിബ് നിസ്കരിക്കുകയാണെങ്കിൽ 12 റകഅത്ത് റവാത്തിബ് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്നാണ്. ഇനി ഒരാൾ ദുഹാ നിസ്കാരം 4 റകഅത്ത് നിസ്കരിച്ചു നിൽക്കട്ടെ. ഈ ളുഹറിന് മുമ്പുള്ള റവാത്തിബും 4 അയാൾ നിസ്കരിച്ചാൽ ഇതൊന്നും ഏറ്റവും എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളല്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അധ്വാനവും വേണം, ക്ഷമ വേണം. അങ്ങനെ നിർവഹിച്ചാൽ അയാൾക്കുമുണ്ട് സ്വർഗത്തിൽ ഒരു ഭവനം എന്ന്. അപ്പോൾ എത്രത്തോളം വീടുകൾ സമ്പാദിക്കാൻ പറ്റിയ അവസരങ്ങൾ പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ നാം നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ്. ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചൊരിയട്ടെ എന്നാണ്. ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചൊരി ആരാണത്? ആ കരുണ ചൊരിയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അയാൾ അസർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്. 4 റക്അത്തുകൾ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമസ്കാര കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഖിറാഅത്തിന്റെ വിഷയത്തിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഖുർആൻ പാരായണം അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസരമാണ്. ഇന്നിപ്പോൾ ഒരു ജുസ് പാരായണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? കാരണം എങ്കിലാണല്ലോ 30 ദിവസം പാരായണം ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ തന്നെ ഖുർആൻ അറബിയിലാണ്, നമ്മളൊക്കെ മലയാളികളാണ്. ഖുർആനിലൂടെ അള്ളാഹു എന്താണ് പറഞ്ഞത്? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ കൗലാണ്, അള്ളാഹിൻ്റെ കൗലാണെന്നുള്ള വിഷയം പറഞ്ഞല്ലോ ഷെയ്ഖ്. ആ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് മലയാളത്തിൽ നമ്മൾ വായിക്കണം, അല്ലെങ്കിൽ അറബി നമ്മൾ പഠിക്കണം. അതല്ലാതെ കണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ കൂലിയൊക്കെ കിട്ടും, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടമാണ് എന്നാണ് ഖുർആൻ പാരായണം സംബന്ധിച്ച് പറഞ്ഞത്. അത് നമ്മളിപ്പോൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂലി കിട്ടും. കാരണം അലിഫ് ലാം മീം
അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഇത് 3 ഹർഫുകളാണ്. ഇതിന് 10 പുണ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ അലിഫ് ലാം മീമിന് അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് അർത്ഥം അറിയാതെ പാരായണം ചെയ്താലും കൂലി കുറെ കിട്ടും. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച ഒരു ആദർശ ലോകത്തേക്ക് നാം ഉയരണം എങ്കിൽ ആ പറഞ്ഞ രൂപത്തിൽ അർത്ഥമറിഞ്ഞ് തന്നെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ വലിയ പദവികളാണ് എന്നാണ്. മസലുൽ ലദീന യഖറഉൽ ഖുർആന വഹുവ ഹാഫിളു ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബറാറ. ഒരാൾ അൽ ഖുർആൻ പാരായണം ചെയ്യാണ്, അയാൾ ഹിഫ്ലാക്കുവാനായിക്കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, മനപ്പാടാക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബറാറ, എങ്കിൽ വഹയുമായി കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങുന്ന അകമ്പടിയായിക്കൊണ്ട് ഇറങ്ങുന്ന മലക്കുകളുടെ ദർജയിലായിരിക്കും അയാൾ എന്ന് ഒരു വലിയ പദവി അവർക്ക് വേണ്ടി സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഖുർആൻ പഠിച്ചാൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങാതിരിക്കുകയില്ല. വഅശിയതുഹുർ റഹ്മ, അവരെ അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിയും. വഹഫത്തുഹുൽ മലായികത, അതേപോലെ തന്നെ മലക്കുകളും അവരെ പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു തന്റെ സമീപത്തുള്ള മലായികത്തുകളുണ്ട്, മുഖറബുകളായിട്ടുള്ള ആളുകളുണ്ട്, അവരോട് ഈ ആളുകളെ സംബന്ധിച്ച് പറയുന്നതാ, കണ്ടില്ലേ എൻ്റെ അടിമ, ഇന്ന അടിമ അവിടെ ഖുർആൻ പഠിക്കണം നിങ്ങൾ കണ്ടില്ലേ എന്ന് അള്ളാഹു ഇവരെ കുറിച്ച് അവരോട് പറയും എന്നാണ്. അതൊക്കെ ഏറ്റവും വലിയ ഗുണങ്ങളാണ്, ഏറ്റവും വലിയ ഔന്നിത്യങ്ങളാണ് ഒരു മനുഷ്യന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളുണ്ട്. മൻഹും യാ റസൂലുള്ളാഹ്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു ആരാത് എന്ന് ചോദിച്ചപ്പോൾ പറയണ അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസതുഹു, അത് ഖുർആന്റെ അഹ്ലുകാരാണ്. ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യണം, ഖുർആൻ കൊണ്ടുനടക്കണം, ഖുർആന്റെ ആളുകളായിട്ടുള്ള ആളുകളാണ് അവർ, അള്ളാഹുവിന്റെ ആളുകളാണ് എന്നാണ്. ഇതേപോലെ തന്നെ ഖബറിൽ നമ്മളെ വെക്കുമ്പോൾ, ഖബറിൽ കൊണ്ട് വെക്കുമല്ലോ, നമ്മൾ ഓരോരുത്തരും ഖബറിൽ വെക്കും. ശിക്ഷയുടെ മലക്കുകൾ അവിടെ ആ സമയത്ത് ആഗതരാകും. ആ സമയത്ത് തിലാവത്തുൽ ഖുർആൻ, ആ തിലാവത്തുൽ ഖുർആൻ, നാം ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത് അവിടെ നമ്മുടെ രക്ഷക്കെത്തും എന്ന്. പിന്നെയോ പരലോകത്ത് നാം എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ ഫയഖൂലുൽ ഖുർആൻ യാ റബ്ബി ഹല്ലി, അല്ലാഹു ഇത് എൻ്റെ ആളാണെന്ന്. എങ്ങനെ ഖുർആൻ വന്ന് പറയും എൻ്റെ ആളാണിയാൽ ഫൽബിസു താജുൽ കറാമ, അല്ല കറാമത്തിന്റെ കിരീടം അവൻ അണിയിച്ചു കൊടുക്കും. യാ റബ്ബി സിദ്ഹു, അപ്പോൾ ഖുർആൻ ഒന്നുകൂടി ശുപാർശ ചെയ്യും, അല്ലാഹുവേ ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കൂ എന്ന് പറയും. ഫൽബിസു ഹല്ലത്തുൽ കറാമ, കറാമത്തിന്റെ ആഭരണങ്ങൾ അയാളെ അണിയിച്ചു കൊടുക്കും. പിന്നെയും യാ റബ്ബി ഇർലഅൻ, അല്ലാഹുവേ ഇത് പോരാ, ഒന്ന് നീ തൃപ്തിപ്പെടണേ ഇയാളെ എന്ന് പറയും. ഫയർൽ അൻഹു ഫയുഖാലു ലഹു ഇഖ്റ വർക, അപ്പോൾ അവനെ അള്ളാഹു തൃപ്തിപ്പെടും. സ്വർഗത്തിൽ അവനെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും, നീ വയസാദ് ബിക്കുലി ആയത്തിൻ ഹസൻ, നീ ഖുർആൻ ഓതിക്കൊണ്ട് കയറിക്കോ, നീ ഓതിക്കോ, നീ കയറിക്കോ, നീ ഓതുന്ന അവസാനത്തെ ആയത്തുകൾ വെച്ചായിരിക്കും നിന്റെ സ്ഥാനം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഒന്ന് ആലോചിക്കുക, എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റുമോ അത്രത്തോളം ദർജകൾ കൂട്ടിക്കിട്ടും. ഒരു ദർജ എന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ളതാണ്. എത്ര പേരുള്ള സൗകര്യങ്ങളാണ്, എത്ര പേരുള്ള ഔന്നിത്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് തരുന്നത്. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ പ്രത്യേകിച്ചും അതിനെ നാം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അതല്ലാതെ അതിനോട് അവഗണന കാണിച്ചാൽ പിടിക്കപ്പെടും എന്നാണ് സൂചിപ്പിച്ചത്. ഒരിക്കലും ഈ റമദാൻ നഷ്ടം സംഭവിച്ച ആളുകളിൽ നാം പെട്ടുപോകരുത്. സ്വതക്കകൾ ധാരാളമായി കൊടുക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടിയായിക്കൊണ്ട് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതേപോലെ തന്നെ ധാരാളമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ഒന്നും ഒഴിയാതെ നമ്മൾ ചെയ്യുക. അത് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നൊരവസ്ഥ, ഒരു ദുരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഇത് റമദാൻ മാസത്തെ സഹോദരങ്ങൾ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് പ്രയോജനപ്പെടുത്തുക, ഏറ്റവും ഭംഗിയായി സൽക്കർമ്മങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ഈ റമദാനിൽ നയിക്കുക. അതേപോലെ തന്നെ അതിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള പ്രചോദനമാകുന്ന രൂപത്തിൽ, ഒരിക്കലും ആ നേടിയെടുത്ത ആവേശം ചോർന്നു പോകാത്ത രൂപത്തിലേക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല നിയ്യത്തുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. സർവശക്തനായ റബ്ബ് ഏറ്റവും ഭംഗിയായി റമദാനിൽ സമയം ചെലവഴിക്കുവാൻ നാം എവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ പിന്നീടത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നഷ്ടക്കാരാകുന്ന ആ ഒരു പിശാചിൻ്റെ പിടുത്തത്തിൽ പെട്ടുപോകുന്ന ആളുകളിലൊന്നും നാം പെട്ടുപോകാതിരിക്കുവാനായിക്കൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ട് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളുടെയും കടങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിൽ ഹജാത്ത്. ربنا أجرنا من النار وربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.